പ്രിയ കൂട്ടുകാരെ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ മലയാളം മനോരമ പത്രത്തിലെ ഒരു രണ്ട് വാർത്തകളാണ് ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഓച്ചിറയിൽ വാനും KSRTC ബസ്സും കൂട്ടിയിടിച്ച് അച്ഛനും രണ്ട് മക്കളും മരിച്ചു. അപ്പോൾ ഈ വാർത്ത ഇന്നലെ രാവിലെ ഇതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ എനിക്ക് ആ സമയം തന്നെ ആക്സിഡന്റ് നടന്ന ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് ആ വീഡിയോ കിട്ടിയായിരുന്നു. ഞാനത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. എനിക്കത് അപ്ലോഡ് ചെയ്യാൻ തന്നെ പ്രയാസമായിരുന്നു. കാരണം ആ വാഹനത്തിന്റെ അവിടെ ചോര നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ മിക്കവരും കണ്ടു കാണുമെന്നറിയാം. ചോരക്കളമായിരുന്നു. അത് ഫയർഫോഴ്സ് വന്നിട്ടാണ് അത് കഴുകി റോഡ് വൃത്തിയാക്കിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രിൻസ്, മക്കളായ അതുൽ, അൽക്ക, ഇവര് 3 പേരാണ് മരണപ്പെട്ടത്. അപ്പോൾ ഈ വാഹനം നിങ്ങളെല്ലാവർക്കും അറിയാം, മഹീന്ദ്രയുടെ താർ എന്ന് പറഞ്ഞ വാഹനമാണ്. സാധാരണ നമ്മളൊരു വാഹനത്തെ ഓരോ വാഹനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ വരുമ്പോഴത്തേനും ആ വാഹനങ്ങളെല്ലാം നമ്മൾ വളരെ ആകാംക്ഷയോടെ കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് വണ്ടിയുടെ ബിസിനസ്സും കൂടെ ഉണ്ട്, വണ്ടി കച്ചവടമൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഏത് വാഹനം ഇറങ്ങിയാലും അതിന്റെ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഞാൻ തിരക്കാറുണ്ട്. താർ എന്ന് പറഞ്ഞ വാഹനം ഈ അടുത്ത ഇടയിൽ ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതൽ ഓഫ് റോഡ് ഡ്രൈവിങ്ങിനാണ്. ഈ താർ എന്ന് പറഞ്ഞത് അസാമാന്യ പെർഫോമൻസ് ഉള്ളൊരു വാഹനമാണ് താർ. ഏതും മലയും 4 വീലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതും മലയും കുഴിയും ഏതെല്ലാം ചാടിക്കയറി ഒരു തെങ്ങിന് മുകളിൽ വരെ കയറാൻ പവറുള്ള എഞ്ചിനുമായിട്ടാണ് ഈ വാഹനം നിർമ്മാതാക്കൾ ഇറക്കിയിരിക്കുന്നത്. വാഹനത്തെ ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല, വാഹനം നല്ല വാഹനമാണ്. പക്ഷെ ആ വാഹനം നമ്മുടെ നിരത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, 20 പോകുന്നവരും 30 പോകുന്നവരും 40 പോകുന്നവരും 80 പോകുന്നവരും 100 120 എല്ലാം ഓടുന്നത് ഒരേ നിരത്തിലാണ്. വിദേശ രാജ്യങ്ങളിൽ ഓരോ വാഹനത്തിനും ഇത്ര സ്പീഡിൽ ഓടാനുള്ള ട്രാക്ക് ഉള്ളതുകൊണ്ട് അവരെ സംബന്ധിച്ച് എത്ര വേണേലും കാല് കൊടുത്ത് പറത്തി വിടാൻ പറ്റുന്ന നിർമ്മാണ വൈഭവമുള്ള പാതകൾ വിദേശ രാജ്യങ്ങളുണ്ട്. നമ്മുടെ ഈ കൊച്ചു കേരളത്തെ സംബന്ധിച്ച് ഒരു വഴി പോലും സഞ്ചാരയോഗ്യമല്ല. ആ വഴി കൂടെ നമ്മൾ അസാമാന്യ വേഗതയിൽ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അപകടത്തിൽപ്പെടുമെന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. 2 വീലർ ആണേലും 4 വീലർ ആണേലും എത്ര 4 വീൽ ഡ്രൈവ് ആണേലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 16 വീൽ അല്ലെങ്കിൽ 20 വീലുണ്ടെന്ന് പറഞ്ഞാൽ പോലും അമിത വേഗത എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ അപകടത്തിൽപ്പെടുത്തത്തേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ നെടുമ്പാശ്ശേരി പോകുന്ന ഒരു വാഹനയാത്രക്കാരൻ 120 പോകുന്നു, ഒരാൾ 80 പോകുന്നു, ഒരാൾ 60 പോകുന്നു. 60 എന്ന് പറയുന്ന ഒരു വാഹനത്തിന്റെ സാധാരണ നമ്മുടെ റോഡിലെ സ്പീഡാണ്. ഇവർ തമ്മിൽ എയർപോർട്ട് ചെല്ലുന്ന സമയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ 1/2 മണിക്കൂർ പോലുമുള്ള വ്യത്യാസമില്ല. ഈ അരമണിക്കൂറിന് വേണ്ടിയാണ് നമ്മൾ 100, 120, 150 പാഞ്ഞ് നമ്മുടെ വിലയേറിയ ജീവൻ അപകടത്തിൽപ്പെടുന്നത്. പക്ഷെ ഇവര് അമിത വേഗമാണെന്ന് ഒന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഇവർ ഈ അപകടത്തിൽപ്പെട്ടത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയതിനു ശേഷം രാത്രിയിൽ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഉറങ്ങിപ്പോയിട്ടാണ് ഈ വാഹനത്തിൽ KSRTCയിലിട്ട് ഇടിച്ചു കയറിയെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനും വണ്ടി ഓടിക്കാനാണ്. ഞാൻ ഒരുപാട് വർഷം ടാക്സി ഓടിച്ചാണ്. ആ സമയത്തൊക്കെ 3 ദിവസം ഞാൻ ഒരുപോലെ ഒരു മാങ്ങാനത്ത് ഒരു മരണം നടന്നപ്പോഴത്തേന് അവരുടെ ബന്ധുക്കളെല്ലാം വെളിയിലായിരുന്നു. അപ്പൊ അവർ 3 ദിവസമായിട്ടാണ് അവർ വന്നത്. ആ 3 ദിവസവും രാത്രിയിൽ ഉറക്കളച്ച് നെടുമ്പാശ്ശേരി ഓടിച്ചു വന്ന ആളാണ് ഞാൻ. കാരണം 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവരെന്നോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഞാൻ പറഞ്ഞു ഇല്ല, കുഴപ്പമില്ല. ഞാൻ കൂടുതൽ സമയം പകൽ റെസ്റ്റ് എടുത്തായിരുന്നു. ഞാൻ മിടുക്കനാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോഴത്തേന് ഞാൻ ആ 3 ദിവസം രാത്രി ഞാൻ തന്നെയാണ് എന്റെ ആ വാഹനവുമായിട്ട് പോയത്. എന്റെ സ്വന്തം വണ്ടി തന്നെയായിരുന്നു. അപ്പം അത് ഉറക്കളച്ച് പോയിട്ട് പോലും ഞാൻ അതുപോലെ ശ്രദ്ധിച്ചു. എനിക്ക് ഉറക്കം വരുന്ന സമയത്ത് വണ്ടിയിരുന്ന യാത്രക്കാര് നമ്മളെവിടുന്ന് എയർപോർട്ടിൽ ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ അവർ മയങ്ങും. നമ്മളിങ്ങോട്ട് പോകുന്ന കുറച്ചു നേരം ആരും സംസാരിക്കാനില്ലാതെ വരുമ്പോഴത്തേനും നമ്മളും തന്നെ മയക്കത്തിലേക്ക് അങ്ങ് മറിഞ്ഞു വീഴുകയാണ്. ആ സമയം എന്ന് പറഞ്ഞാൽ ഈ 1 മണി 2 മണി 3 മണി എന്നൊക്കെ പറയുന്നത് ഉറക്കത്തിന്റെ നല്ല സമയം കൂടെയാണ്. കാരണം ആ സമയത്തൊക്കെ മഴ അല്ലെങ്കിൽ തണുപ്പൊക്കെ ഉള്ള ഒരു സമയം കൂടെ ആകുമ്പോഴത്തേന് നമ്മൾ തന്നെ ഉറക്കാം. എനിക്ക് അങ്ങനെ ഉറക്കം തോന്നുമ്പോൾ ഞാൻ ആരോടും ചോദിക്കാറില്ല. ഞാൻ ഇന്നലെ വണ്ടി സൈഡിലോട്ട് ഒതുക്കി നിർത്തി ഞാനൊരു 1/2 മണിക്കൂർ അവിടെ കിടന്ന് വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങിയിട്ടാണ് ഞാൻ അവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോയിരുന്നത്. അത് എന്നാ തിരക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വന്ന് മയങ്ങിയിട്ടേ പോരത്തുള്ളൂ. അതുപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കിപ്പം ആ ടാക്സി ഫീൽഡ് വിട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പം ഒരു ദിവസം നൈറ്റ് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ എനിക്ക് ഓടിക്കാൻ മേലാത്തൊരു അവസ്ഥയാണ്.
അപ്പം ആ രീതിയിലാണ് നമ്മളിപ്പോൾ രാത്രിയിലൊക്കെ ഇങ്ങനെയുള്ള യാത്ര വരുന്ന സമയത്ത് ദൈവത്തെ ഓർത്ത് സ്വകാര്യ വാഹനക്കാരോടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള ഉറക്കളച്ച് പോകേണ്ട സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരാളെ എയർപോർട്ടിൽ വിടുന്ന സമയത്ത് കൂടുതൽ സമയം നിങ്ങൾ അവരെ വിടാനുള്ള കാര്യങ്ങൾ അതിന്റെ ടെൻഷനിൽ സാധനം മേടിക്കാൻ അന്ന് പകൽ മുഴുവൻ നിങ്ങൾ റെസ്റ്റ് ഇല്ലാതെ ഓടുന്ന സമയത്താണ് നിങ്ങൾ രാത്രിയിൽ അതിൻ്റെ അകത്ത് ലാഭം നിങ്ങൾ നോക്കരുത്. വണ്ടിയുടെ വില എന്ന് പറഞ്ഞാൽ അറിയരുത്. 10-20 ലക്ഷം രൂപ അല്ലെങ്കിൽ 30 ലക്ഷം രൂപയുടെ വാഹനമാണ് നിങ്ങൾ മേടിച്ചിരിക്കുന്നത്. ഒരു ഡ്രൈവറെ വിളിച്ചുകൊണ്ട് നല്ല ടാക്സി ഓടിക്കുന്ന ഏതെങ്കിലും ഒരു ഡ്രൈവറെ വിളിച്ചുകൊണ്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അപകടങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. പക്ഷെ അതൊന്നും ആരും നോക്കാറില്ല. നിങ്ങളെല്ലാം തിരക്കോട് തിരക്കാണ്. ജീവൻ പോയി കഴിയുമ്പോഴത്തേനുള്ളൂ ഇതിനെപ്പറ്റി നമ്മളാണെങ്കിലും ആരാണെങ്കിലും ചിന്തിക്കത്തുള്ളൂ. ഈ താർന്ന് പറഞ്ഞ വാഹനം ഇപ്പം നമ്മുടെ റോഡിലൂടെ പോകുന്നത് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ മിന്നായം പോലെ ഏതാണ്ട് മറ്റുള്ള വാഹനങ്ങളൊന്നും അല്ല. അവർക്കൊരു താർ ഓടിക്കുന്നവർക്കൊരു ചെറിയ അഹങ്കാരം കൂടി ഉണ്ട്. ഏതാണ്ട് ഒരു വലിയൊരു ആനപ്പുറത്തിരുന്നാണ് പോകുന്നത്. അത് കാരണം ഒന്നും പേടിക്കണമെന്നുള്ളൊരു ആ ഡ്രൈവിംഗ് മനോഭാവം പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ സാമാന്യം നല്ല രീതിയിൽ വാഹനം ഓടിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് ഒരു താറിടിച്ച് ചുരുണ്ടത് എയർ ബാഗ് ഉണ്ട്. എത്ര എയർ ബാഗ് ഉണ്ട്? 10 എയർ ബാഗ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ആക്സിഡന്റ് അകത്ത് എയർ ബാഗ് ഒന്നും ഒരു പരിധി കൂടുതലൊന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യത്തില്ല. അപ്പൊ ചെറിയ അപകടങ്ങളിലൊക്കെയാണ് എയർ ബാഗ് കൂടുതൽ. ഇപ്പോഴത്തെ ഈ വണ്ടിക്കകത്ത് എയർ ബാഗ് ഉണ്ട്. അതുപോലെ കഴക്കൂട്ടത്തിടിച്ച വാഹനം താറ് എയർ ബാഗ് ഉണ്ട്. എന്നിട്ടും 2 പേര് അവിടെ മരണപ്പെട്ടു. അതുപോലെ ഇവിടെ 3 പേര്. അതുപോലെ ബാക്കി കുറച്ച് ആൾക്കാർക്ക് സീരിയസ് ആയിട്ട് കിടക്കുന്നു. അതിലെ വന്ന KSRTCയിലെ ഡ്രൈവർമാര് ആ അപകടം കണ്ട ആൾക്കാർ അവിടുന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അതിലെ കണ്ടക്ടറും ഡ്രൈവറും കരയുകയായിരുന്നെന്ന് പറഞ്ഞ്. കാരണം ഒരു ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുമ്പോഴത്തേന് അവൻ ആത്മഹത്യ ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷെ ആ ട്രെയിൻ നിയന്ത്രിച്ചുകൊണ്ട് വരുന്നവരെ സംബന്ധിച്ച് അവരവിടെ ഇരുന്നുകൊണ്ട് വാ പൊളിക്കുകയാണ്. കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റച്ചവിട്ടിന് നിന്നാ നിൽക്കുന്ന സാധനമാണ് ഇത്. അതുപോലെ KSRTCയിലെ അവർ എത്രയോ പേര് ആ KSRTCക്കകത്തുണ്ടായിരുന്നവർക്കും അപകടം പറ്റി. അപ്പൊ നമ്മളിതെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിരത്തുകളിലൂടെ പായുന്നവര് അവരെ സംബന്ധിച്ച് അവരവരുടെ കാര്യം മാത്രമേ നോക്കാറുള്ളൂ. അതുപോലെ ഞാൻ ഈ അടുത്ത കാലത്ത് കുറച്ചു പേര് കമന്റ് ഇട്ട് പുതുപ്പള്ളി ടുഡേക്കകത്ത് കൂടുതൽ ആക്സിഡന്റ് ദൃശ്യങ്ങളെ ഉള്ളെന്നുള്ളത് പറഞ്ഞത്. അപ്പൊ ഒരാളോട് ഞാൻ പറഞ്ഞ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ഇതിന്റെ അകത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആക്സിഡന്റ് ദൃശ്യങ്ങൾക്കകത്ത് എനിക്ക് പറയാൻ പറ്റില്ലാത്ത കാര്യമാണ് ഞാനിപ്പോ ഈ ലൈവിന്റെ അകത്തൂടെ നിങ്ങളോട് തുറന്നു പറഞ്ഞത്. ഈ ഞാൻ കണ്ട ആക്സിഡന്റ് ദൃശ്യങ്ങൾ 80% മദ്യപിച്ചിട്ട് വന്നിരിക്കുന്ന അപകടങ്ങളാണ് കാണുന്നത്. ഇവരെല്ലാം നല്ല ലഹരിയിലാണ്. മിക്ക വാഹനത്തിൽ നിന്നും കുപ്പിയെടുത്തു. ഇതൊന്നും നമുക്ക് പരസ്യമായിട്ട് കാണിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ ആ അപകടം നടക്കുന്ന സമയത്ത് അല്ല ഈ സംഭവങ്ങൾ നമ്മൾ അറിയുന്നത്. അതിനുശേഷം ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലുമ്പോഴത്തേനാണ് അറിയുന്നത് മദ്യപിച്ചിട്ടാണെന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോ നിങ്ങൾക്കറിയാം. ലക്ഷക്കണക്കിന് 6 ലക്ഷം പേരാ കണ്ടിരിക്കുന്നത് നമ്മുടെ അയ്മനത്ത് നടന്ന അപകടം. ആ KSRTC വണ്ടിക്കിട്ട് അങ്ങോട്ട് ചെന്ന് ഇടിച്ചതാണ്. നിങ്ങളെല്ലാ വീഡിയോ കണ്ടതാണ്. കാണാത്തവരാരും ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഒന്നുകൂടെ കാണണം. കാരണം ആ KSRTC അവർ വളരെ പതുക്കെയാണ് വന്നത്. KSRTC മിടുക്കന്മാരാണ് അല്ലെങ്കിൽ അവര് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ ഞാൻ പറയുന്നതാ. അതിന്റെ അകത്തും പ്രശ്നക്കാരുണ്ട്. അപ്പം എല്ലാ ഇതിന്റെ അകത്തും മോശക്കാരും ഉണ്ട്, നല്ലവരും ഉണ്ട്. അപ്പം ആ KSRTCയിലെ ആ ജീവനക്കാര് അവര് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ വാഹനത്തിൽ അങ്ങോട്ട് വന്ന് ഇടിച്ചതാണ് അയാൾ ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അയാള് അവിടെ ചെന്നപ്പോഴത്തേന് പലരും തിരക്കിയപ്പോഴത്തേന് അദ്ദേഹം മിക്കപ്പോഴും മദ്യലഹരിയിലാണെന്നൊക്കെയാണ് പലരും എന്നോട് പറഞ്ഞത്. ഞാനിതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങളോട് വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇതുപോലെ ഓരോ അപകടങ്ങളും നടക്കുമ്പോഴത്തേനും മദ്യം ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ വിചാരം നമ്മൾ 40 പോകുന്നത് 80 പോകും 100 പോകും. നമ്മുടെ കയ്യിൽ ഈ വണ്ടി 2 കൈയിലും ഈ വാഹനം സുരക്ഷിതമെന്നുള്ള കണക്കൂട്ടിലാണ് ഈ മദ്യം നമുക്ക് തരുന്ന ആത്മവിശ്വാസം. പക്ഷെ അത് നമ്മുടെ ജീവൻ പൊലിഞ്ഞു കഴിയുമ്പോഴത്തേന് ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഈ അപകടത്തിൽ പെടുന്ന ആൾക്കാർ, അവരുടെ കുടുംബങ്ങൾ, അവരെങ്കിലും ഓർക്കാം. അപകടങ്ങളും അസുഖങ്ങളും ആർക്കും വരാം, ആർക്കും ഏത് നിമിഷവും വരാം. ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. വഴിയുടെ സൈഡിൽ നിന്നാ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ അവർക്കിട്ട് റോഡിന്റെ ചേർന്നല്ല, ഒരു ഭിത്തിയോട് ചേർന്ന് മാറി നിന്നാണ് അവർക്കിട്ട് നേരെ വന്ന് കയറി ഒരു കാർ വന്ന് ഇടിച്ച് അവർ ആ സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. അതിന്റെ ദൃശ്യം എന്റെ കയ്യിൽ ഉണ്ടോന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഈ കൂടെ നിങ്ങളെ കാണിക്കാം. അങ്ങനെയാണ് ഓരോരോ അപകടങ്ങൾ നടക്കുമ്പോഴത്തേന്. അപ്പൊ ഈ KSRTCയിലെ അവരെല്ലാം അതുപോലെ എന്ന് പറഞ്ഞാൽ അവരൊന്നും ഉറങ്ങിയിട്ട് കാണത്തില്ല. കാരണം ഈ അവരുടെ കൺമുൻപിൽ നടന്ന ഈ അപകടം എന്ന് പറയുന്നത് അതാണ് ഇപ്പൊ ഈ പത്രത്തിന്റെ അകത്ത് ഞാൻ വായിച്ച ഒരപകടം. ഇനി അടുത്ത വേറെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതിന്റെ അകത്ത് തൊട്ട് താഴെയുണ്ട് മകൾക്കൊപ്പം സ്കൂട്ടറിൽ പോകവെ കാർ ഇടിച്ച് അമ്മയ്ക്ക് ദാരുണാന്ത്യം എന്നും പറഞ്ഞ് കണ്ടിട്ടുണ്ട്. നമ്മുടെ റോഡുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു റോഡും സഞ്ചാരയോഗ്യമല്ല. അതിലെ പോകുമ്പോൾ 2 വീലർ യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്.
നമ്മുടെ ഗവൺമെന്റ് ഇപ്പം കഴിഞ്ഞ ദിവസം തുരങ്കപ്പാത ഉണ്ടാക്കാൻ വേണ്ടി കോടികൾ ചെലവാക്കി തുരങ്കപ്പാത ഉണ്ടാക്കുന്നു. ഓരോ പരിപാടിക്ക് ഞാൻ സർക്കാരിനെ വിമർശിക്കുന്നതല്ല, ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഈ ഒരുപാട് കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഓരോരോ പുതിയ നിർമ്മാണങ്ങൾ നടക്കുന്നത്. നമ്മുടെ ഉള്ള റോഡ് അതിൻ്റെ അകത്ത് അത്യാവശ്യം വേണ്ട ഒരു കുഴി ചെറിയതായിട്ട് ഒരു കുഴി തുടങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം ആ കുഴിയിലൊന്ന് ടാറിട്ട് പോവുകയാണെങ്കിൽ അത്ര പ്രശ്നമാകില്ല. അവിടെ കിടന്ന് അതൊരു വലിയ കുളമായി നശിച്ച് ഒരാളുടെ തല പോകുമ്പോൾ മാത്രം PWDക്കാർ കുറച്ച് താറ് കോരി ഒഴിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അതൊന്നും പോരാ, കാരണം ഒരുപാട് ജീവനുകൾ പൊലിയുന്നുണ്ട് നമ്മുടെ നിരത്തുകളിൽ. കഴിഞ്ഞ ഈ ഒരു മാസത്തെ കോട്ടയത്തെ കണക്കെടുത്ത ഏറെക്കുറെ ഈ 30 ദിവസം എന്ന് പറയുന്നത് 30 ജീവനോളം ഈ കോട്ടയത്ത് തന്നെ അപകടത്തിൽ പൊടിഞ്ഞിട്ടുണ്ട്. ഞാൻ പല വാർത്തയും ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇത് മുഴുവൻ റോഡ് അപകടങ്ങളാണ്. നമ്മുടെ ഈ മിക്ക സ്ഥലത്ത് നടക്കുന്നത് റോഡ് അപകടങ്ങളിലാണ് കൂടുതൽ ജീവൻ പൊലിയുന്നത്. നമുക്കെല്ലാം അറിയാം, വണ്ടി ഓടിക്കാൻ അറിയാൻ പറഞ്ഞിട്ടാണ് ആരെയോടെങ്കിലും പറഞ്ഞാൽ അവർ വിശ്വസിക്കും. ഞാൻ ഇന്നലെ കോട്ടയത്ത് കുട്ടികളെയും കൂട്ടി കോട്ടയത്ത് ചെന്നപ്പോഴത്തേന് അവിടെ ഒരു സെക്യൂരിറ്റി ജോലിക്കാരൻ പറഞ്ഞു, അവിടെ ഒരു 5 കാർ ഇടുന്ന സ്ഥലത്ത് 5 കാർ അവിടെ ഇടാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് റിവേഴ്സ് എടുത്തും അങ്ങോട്ടും ഒന്ന് കയറി കിടക്കണ്ടേ. അപ്പൊ അവിടെ വന്നപ്പോഴത്തേന് ഈ ഒരു കാറുകാർ വരുമ്പോഴത്തേന് അവരുടെ ഇഷ്ടത്തിന് ഈ വണ്ടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ 3 കാറേ ഇടാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തോട് ചെന്ന് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ എന്നോട് പറഞ്ഞ്, ഞാൻ 10-40 വർഷമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ആ സെക്യൂരിറ്റി ജീവനക്കാരനോട് ആ കാറുകാരൻ പറഞ്ഞത്, ഞാൻ 19 വർഷമായി ഇത് ഇങ്ങനെ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട്, എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞത്. ഇതാണ് നമ്മുടെയൊക്കെ ചിന്താഗതി. കാരണം നമ്മളെല്ലാം തികഞ്ഞവരാണ്. ഡ്രൈവിംഗിൽ ആരും മിടുക്കരല്ല. ഇതൊക്കെ ഒരു ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രം നമ്മളൊക്കെ ഈ രീതിയിൽ വാഹനമായിട്ട് പോകുന്നത്. ഏത് നിമിഷവും ആർക്കും എന്ത് അപകടം സംഭവിക്കാം. അതുപോലെ ഒരുപാട് പ്രായമുള്ള ആൾക്കാർ, അവരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോഴത്തെ ആധുനിക രീതിയിലുള്ള വാഹനങ്ങളൊന്നും അവർക്കറിയത്തില്ല. ഇപ്പോഴത്തെ കിയ പോലെയുള്ള വാഹനങ്ങളുടെ പെർഫോമൻസ് ഒന്നും അറിയത്തില്ല. അവർ പണ്ട് അംബാസഡർ ആയിരിക്കും ഓടിച്ചിരിക്കുന്നത്. അവരുടെ കയ്യിലോട്ട് ഇത് കൊടുത്ത് ഇവർ ഈ ടൗണിലോട്ട് ഇത് ചിലവർ പതുക്കെ അവരുടെ 2 സൈഡും തട്ടാതെ മുട്ടാതെ അവർ കൊണ്ടുപോകുമ്പോൾ പുറകെ വരുന്ന 100 കണക്കിന് വാഹനങ്ങൾ ബ്ലോക്ക് ആയി കിടക്കും. ഓൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ രൂക്ഷമായിട്ടാണ് നോക്കുന്നത്. അങ്ങനെ കുറെ ആൾക്കാർ മനഃപൂർവ്വം ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ടൗണിൽ വരുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ അവർ അത്യാവശ്യം വേണ്ട കാര്യത്തിന് പോകുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരെ നമ്മൾ കാരണം മറ്റുള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായത്. ആ രീതി വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ. അതുപോലെ നമ്മൾ പാർക്ക് ചെയ്യുമ്പോഴത്തേന് ചിലർ വണ്ടി ഏതെങ്കിലും നമ്മളൊരു ചടങ്ങിനൊക്കെ കൊണ്ടുവച്ചിട്ടുമ്പോൾ പാർക്കിന് നമ്മൾ വണ്ടി ഇട്ടിട്ട് പോകുമ്പോൾ അതിന് തൊട്ട് പുറകെ കൊണ്ടുപോയി വാഹനം ഇട്ടിട്ട് അവന്റെ വഴിക്ക് പോകും. എന്നാ ഒരു താക്കോല് കൊടുത്ത് അവിടെ നിർത്താൻ, അല്ല സെക്യൂരിറ്റി ഏൽപ്പിച്ച് ആ വണ്ടി ഒന്ന് മാറ്റിയിടാനോ എല്ലാവരും നോക്കുന്നത് അവരവരുടെ സൗകര്യമാണ് നോക്കുന്നത്. ഇപ്പൊ വഴിയോര കച്ചവടക്കാർ ഇഷ്ടംപോലെ നിരത്തുകളിലൊക്കെ ഇപ്പൊ നമ്മുടെ എല്ലാ സ്ഥലത്തും വഴിയോര കച്ചവടം പെരുകിയിരിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. കാരണം ഇതൊക്കെ വലിയ വൻകിട യൂണിയനുകളാന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം യൂണിയനാണ്. തൊട്ട് കഴിഞ്ഞാൽ അന്നേരം പിറ്റേ ദിവസം കൊടിയും കുത്തിക്കൊണ്ട് വരുന്നത്. പഞ്ചായത്തിന് പോലും പേടിയായിട്ട് ഇപ്പം വന്നിരിക്കുകയാണ്. അപ്പം അവരവിടെ കച്ചവടം ചെയ്തോട്ടെ, അവരവിടെ ജീവിക്കാൻ വേണ്ടി വരുന്നവരവർ കച്ചവടം ചെയ്തോട്ടെ. ഇപ്പൊ ആ കച്ചവടക്കാരായിരിക്കും ഒരു കാറിൽ ഒരാൾ വന്നിട്ട് കാറിന്റെ അകത്ത് ഇരുന്നുകൊണ്ട് തന്നെ പച്ചക്കറിക്ക് ഓർഡർ ചെയ്യുക. അന്നേരം ഈ പുറകെ വരുന്ന വണ്ടി മെയിൻ റോഡിൽ ഇട്ടുകൊണ്ടാണ് ഇതിനെല്ലാം ഓർഡർ ചെയ്യുന്നത്. അതിന്റെ വില എന്നാ ഇതിന്റെ വില എന്നാന്ന് ചോദിക്കുമ്പോൾ തൊട്ട് പുറകെ വരുന്നവന് അവൻ്റെതായിട്ടുള്ള കാര്യത്തിനാണ് വരുന്നത്. അവന് ചിലപ്പോൾ ഒറ്റ ചവിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല, അവിടെ ആക്സിഡന്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ വണ്ടി കാരണം മറ്റുള്ള എത്ര പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവർക്കും ഇപ്പം കടയ്ക്ക് ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഇട്ടിട്ടില്ലെങ്കിൽ കടയ്ക്കകത്ത് വരെ വണ്ടി കയറ്റിയിടാൻ അതുപോലെയാണ് ആൾക്കാരങ്ങ് മുട്ടി നിൽക്കുക. ആർക്കും ക്ഷമയില്ല. എല്ലാവർക്കും, ഞാൻ ആരെയും കുറ്റം പറയുന്നത്, നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അതുപോലെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കുറ്റം പറയുന്നതല്ല. അപ്പൊ അങ്ങനെ ഈ അപകടത്തിന്റെ കുറച്ച് ദൃശ്യങ്ങളാണ് ഇതിന്റെ അകത്ത് പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്തയെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിന്റെ അകത്തൊരു വാർത്തയുണ്ട്, അത് ഞാൻ ഇന്നലെ ചെയ്തതാണ്. ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ ഓണം കൂടാൻ വേണ്ടി കൈക്കൂലി ബാറുകളിൽ നിന്നെല്ലാം കൈക്കൂലി മേടിച്ചു. പക്ഷെ മലയാള മനോരമ വളരെ ബുദ്ധിപൂർവ്വം വാർത്ത മാത്രം കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഫോട്ടോ കൊടുക്കാത്തതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഉന്നത ഉദ്യോഗസ്ഥരാണ്. മലയാള മനോരമ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഈ പത്രക്കാർക്കുണ്ട്. അവരൊന്നും ഈ ഒരു ശകലം ക്വാളിറ്റി ഉള്ള ആൾക്കാരല്ല, ചില ഗ്രേഡ് ഉള്ളവരുടെ ഒന്നും ഫോട്ടോ കൊടുക്കത്തില്ല. എന്ന് പറഞ്ഞാൽ അവരെ അപമാനിക്കില്ലേ. ആ സ്ഥാനത്ത് ഞാൻ നിങ്ങളോട് ഒറ്റ ചോദിക്കട്ടെ, ഒരു ഗതിക്കും അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു പൊതി കഞ്ചാവ് 100 രൂപയുടെ ഒരു കഞ്ചാവ്, അല്ലെങ്കിൽ അവന്റെ കൈവശമുള്ളത് 10 ഗ്രാം കഞ്ചാവ്, നിങ്ങൾ അവന്റെയൊക്കെ ഫോട്ടോ മലയാള മനോരമയുടെയൊക്കെ ഫ്രണ്ട് പേജിൽ ഞാനും കൊടുക്കുന്ന വാർത്ത, പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇവരുടെ എല്ലാം വാർത്ത കൊടുക്കാം. ഞാൻ ഒരു ആരുടെയും മുഖം നോക്കാറില്ല. എനിക്ക് കിട്ടുന്ന വാർത്ത ഞാൻ അതേപടി കൊടുക്കും. അത് ഏതവന്റെയാന്ന് പറഞ്ഞാലും അവന്റെ ഫോട്ടോ സഹിതം ഞാൻ കൊടുക്കും. എന്റെ ഈ ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ സഹിതം കൊടുക്കും. അവനെപ്പറ്റി അറിഞ്ഞ വ്യക്തമായിട്ടുള്ള മുഴുവൻ രേഖകളും മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഞാൻ വാർത്ത കൊടുക്കാറുള്ളൂ.
കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുമുണ്ട്. അപ്പം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പ്രീതിപ്പെടുത്തണം, അവരുടെ അല്ലെങ്കിൽ ഇവർക്കൊക്കെ പരസ്യം മനോരമ പത്രത്തിന്റെ പിന്നെ കുറെ ദിവസം ഓണം പ്രമാണിച്ച് നിങ്ങൾക്ക് കാണാം, കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ് ഈ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്നത്. അതെല്ലാം കൊടുത്തിരിക്കുന്നത് ഓണമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ഇലക്ട്രോണിക് സാധനത്തിന്റെ പരസ്യം നിങ്ങൾ മിക്ക ദിവസം കാണാം. ഇതിന്റെ ഫ്രണ്ട് പേജിൽ 20 കോടി രൂപയുടെ ഓഫറുകളൊക്കെയാണ് ഇവർ കൊടുക്കുന്നത്. ഈ സാധനം മേടിക്കാൻ വരുന്നവർക്ക്. അത് തന്നെ ഏറ്റവും വലിയ തട്ടിപ്പല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാനിപ്പം പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യത്തെ പറഞ്ഞ് അങ്ങ് കാട് കയറി പോവാണ്. അത് നിങ്ങളെ ക്ഷമിക്കുക. അപ്പൊ ഞാനിത് കണ്ട കാര്യം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴത്തേന് കോടിക്കണക്കിന് രൂപയുടെ ഓഫറുകൾ, അത് സമ്മാനങ്ങളാണ് ഇവർ കൊടുക്കാൻ പോകുന്നത്. ഓണം പ്രമാണിച്ച് 20 കോടി രൂപ, 30 കോടി രൂപ. ഈ ഒരു പരസ്യം ചെയ്യണമെങ്കിൽ എത്ര കോടി രൂപ വേണമെന്ന് പറയും. ഈ കേരളത്തിലുള്ള എല്ലാ എഡിഷനും പരസ്യം ചെയ്യണമെങ്കിൽ എത്ര കോടി വേണം. ഈ കോടി കൂടാതെയാണ് ഇവിടെ വരുന്നവർക്ക് നമ്മൾ സാധനം മേടിക്കുന്നവരുടെ നിന്ന് നേർക്കിട്ട് കോടികൾ കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ലാഭം തന്നെ. ഇവർ പറയുന്ന ഓൺലൈൻ ബിസിനസ് ഒക്കെ വന്നുകൊണ്ട് കച്ചവടം ഇല്ലെന്നൊക്കെ പറയുന്നെങ്കിലും ഇതുപോലെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ലാഭം തന്നെ. ഞാൻ അവരെ കുറ്റം അത് ആയിക്കോട്ടെ, അവരെ ഓണത്തിന്റെ ബിസിനസ് ആയിക്കോട്ടെ, അവർ നടന്നോട്ടെ. പക്ഷെ ഈ 20 കോടി എന്ന് പറയുന്നത് എത്ര പേർക്ക് കൊടുക്കുന്നുണ്ട്? 20 കോടി നമ്മൾ അതൊന്നും കാണുന്നില്ല. എല്ലാ പരസ്യം കാണും. 20 കോടിയുടെ കണ്ടിട്ടുണ്ട്. പേരിനെന്ന നാമമാത്രമായി കൊടുത്തുകൊണ്ട് ജനങ്ങളെ വെറും വിഡ്ഢിയാക്കുന്ന കുറെ പരസ്യ കമ്പനിക്കാർ. അപ്പം അവരെ ഒന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ സമൂഹം ഇങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ രാവിലെ ലൈവിൽ വന്നിട്ട് ഒത്തിരി പേരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അതിനുശേഷമാണ് ഞാനിപ്പം ഈ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പം ഈ 2 വാർത്ത കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത്. അപ്പം നിങ്ങളുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക. ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ക്ഷമിക്കുക. അപ്പം വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായിട്ട്. പുതുപ്പള്ളി ടുഡേ ലൈവ് എല്ലാവരും ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.